ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇറങ്ങും മുൻപ് ബി.ജെ.പി. ക്യാമ്പിൽ കടുത്ത ആശയക്കുഴപ്പം ഉടലെടുത്തിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി രഘുബർ ദാസ് മത്സരിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ പാർട്ടിയിൽ ആശയക്കുഴപ്പമുള്ളത്. ഒരേ സമയം പാർട്ടിക്ക് കരുത്തും ദൗർബല്യവുമാണ് അദ്ദേഹം. നിലവിൽ ഒഡീഷയുടെ ഗവർണറാണ് അദ്ദേഹം. വൈകാതെ തന്നെ ഗവർണർ സ്ഥാനം അദ്ദേഹം രാജിവെക്കും എന്നാണ് അഭ്യൂഹം വരുന്നത്. പാർട്ടിയിൽ രഘുബർ ദാസ് മത്സരിക്കുന്നതിനോട് എതിർപ്പുകൾ ഉള്ളവരുണ്ട്. കഴിഞ്ഞ ദിവസം ബി.ജെ.പി. എം.പി. നിഷികാന്ത് ദുബെ രഘുബർ ദാസ് ജാർഖണ്ഡ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങില്ല എന്നാണ് അറിയിച്ചത്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ഭരണം ദുർബലമായെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. രഘുബർ ദാസിന്റെ പരിചയസമ്പത്ത് ഭരണം തിരിച്ചുപിടിക്കാൻ സഹായകരമാകുമെന്നാണ് ബി.ജെ.പി. വിശ്വസിക്കുന്നത്. രഘുബർ ദാസിന്റെ നേതൃത്വത്തിലാണ് ജാർഖണ്ഡിൽ ആദ്യ ബി.ജെ.പി. ഭരണം നിലവിൽ വന്നത്. അതുകൊണ്ട് ദാസിനെ കൈവിടാൻ നേതൃത്വത്തിന് ബുദ്ധിമുട്ട് ഉണ്ട് താനും. ഒരാഴ്ച മുൻപ് ജാർഖണ്ഡിന്റെ ചുമതലയുള്ള ബി.ജെ.പി. നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മ ഒഡീഷയിലെത്തി രഘുബർ ദാസിനെ കണ്ടിരുന്നു. അതേസമയം ഹിമന്തയുടെ കൂടിക്കാഴ്ച ജാർഖണ്ഡ് ബി.ജെ.പിയിലേക്ക് ദാസ് മടങ്ങി വരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ജനപ്രീതി തന്നെയാണ് രഘുബർ ദാസിനെ മടക്കി കൊണ്ടുവരാൻ ബി.ജെ.പിയെ പ്രേരിപ്പിക്കുന്ന ഘടകം. ജംഷേദ്പൂർ ഈസ്റ്റ് മണ്ഡലത്തിലെ ബി.ജെ.പി. പ്രവർത്തകർക്കിടയിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് രഘുബർ ദാസിന് തന്നെയാണ്. ജംഷേദ്പൂർ ഈസ്റ്റിൽ രഘുബർ ദാസിന് വലിയ ജനപിന്തുണയാണുള്ളത്. മണ്ഡലത്തിൽ അദ്ദേഹം തന്നെ മത്സരിക്കണമെന്നാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നതും. ജാർഖണ്ഡ് ബി.ജെ.പിയിൽ രഘുബർ ദാസിനോളം കരുത്തേറിയ ബി.ജെ.പി. നേതാവുമില്ല. ജാർഖണ്ഡ് ജനസംഖ്യയിൽ 50% ഒ.ബി.സിയാണ്. സാഹു ടെലി വിഭാഗങ്ങളും ഒ.ബി.സിയുടെ ഭാഗമാണ്. ഇവർ 25% വരും. ഈ വിഭാഗത്തിൽ നിന്നും ഉള്ള നേതാവാണ് അദ്ദേഹം. 1995 മുതൽ 2019 വരെ ജംഷേദ്പൂർ ഈസ്റ്റിൽ നിന്നും വിജയിച്ചിരുന്ന അദ്ദേഹം 2019 അദ്ദേഹം പരാജയപ്പെടുന്നത്. സരയൂ റായി ആണ് ഇവിടെ സ്വതന്ത്രയായി നിന്ന് വിജയിച്ചത്. ഇത്തവണ ജംഷേദ്പൂർ ഈസ്റ്റ് സീറ്റ് വേണമെന്നാണ് ജെ.ഡി.യു ബി.ജെ.പിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജാർഖണ്ഡ് ചരിത്രത്തിൽ രഘുബർ ദാസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 24 വർഷത്തിനിടെ ഇതുവരെ രഘുബർ ദാസ് മാത്രമാണ് ഇവിടെ മുഖ്യമന്ത്രി പദത്തിൽ 5 വർഷം തികച്ചതും. എന്നാൽ കഴിഞ്ഞ തവണ രഘുബർ ദാസിനെ പരാജയപ്പെടുത്തിയ സരയൂ റായി ഇപ്പോൾ ജെ.ഡി.യുവിന് ഒപ്പമാണ്. ജംഷേദ്പൂർ ഈസ്റ്റിൽ നിന്ന് മത്സരിക്കണമെന്നാണ് സരയുവിന്റെ ആഗ്രഹം. എന്നാൽ മുൻ മുഖ്യമന്ത്രി മടങ്ങി വന്നാൽ സരയുവിന് ഈ സീറ്റ് ലഭിക്കാൻ സാധ്യത കുറവുതാനും. പകരം ജംഷേദ്പൂർ വെസ്റ്റ് മണ്ഡലം നൽകിയേക്കും. രഘുബർ ദാസിന്റെ കാലത്ത് വലിയ വിവാദങ്ങൾ ജാർഖണ്ഡിൽ ബി.ജെ.പി. നേരിട്ടിരുന്നു. അത് വീണ്ടും മത്സരിക്കുമ്പോൾ വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട്. ആദിവാസി വിരുദ്ധ പരാമർശമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ജാർഖണ്ഡ് ആദിവാസി സംസ്ഥാനം എന്ന നിലയിൽ പേര് കേട്ടതുമാണ്.